സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിന്റെ വിശേഷങ്ങളുമായി സുലേഖ ശശികുമാർ ചേരുന്നു. സുലേഖ, മത്സരം സമനിലയിൽ പിരിഞ്ഞു. ടൈറ്റായിരുന്നോ മത്സരം? തീർച്ചയായും ഈ ഇരു ടീമുകൾക്കും മത്സരം അത്രമേൽ പ്രാധാന്യത്തിലുള്ള ഒരു മത്സരമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. എന്തായാലും അത്തരത്തിൽ ഇരു ടീമുകളും വലിയ രീതിയിലുള്ള ഒരു മത്സരം തന്നെയാണ് കാഴ്ചവെച്ചതെന്ന് പറയാം. ആവേശത്തോട് ഇഞ്ചോടിഞ്ച് മല്ലിട്ട് നിൽക്കുന്ന ഒരു മത്സരമാണ് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നമ്മൾ കണ്ടത്. അത്തരത്തിൽ മലപ്പുറം എഫ്സിയും ട്രിവാൻഡ്രം കോമ്പൻസും അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ എല്ലാ രീതിയിലും ഈ ഗോളുകൾ തടുക്കുന്ന കാര്യത്തിലായാലും സ്ട്രൈക്കിന്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഒരു മികച്ച പ്രകടനം തന്നെയാണ് ഇരു ടീമുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും മത്സരം ഇപ്പോൾ സമനിലയിൽ പിരിഞ്ഞു. ഓരോ ഗോളുകൾ വീതമാണ് ഇരു ടീമുകളും നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ എല്ലാ മികച്ച പ്രകടനമാണ് ഇരു ടീമുകളുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഈ മത്സരം അത്രമേൽ പ്രാധാന്യമായിരുന്നു ഇരു ടീമുകൾക്കും എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. 4 പോയിന്റായിരുന്നു മലപ്പുറം എഫ്സിക്ക് ഉണ്ടായിരുന്നത്. 5 പോയിന്റോടെയായിരുന്നു കോമ്പൻസ് ഈ മത്സരത്തിൽ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ മത്സരം എന്ന് പറയുന്നത് ഏറെ നിർണായകമായിരുന്നു. പോയിന്റ് പട്ടികയുടെ കാര്യത്തിൽ പോയിന്റ് നിലയിൽ മെച്ചപ്പെടുക എന്നുള്ളത് ഇരു ടീമുകൾക്കും ആവശ്യമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അത്തരത്തിൽ നിർണായകമായ മത്സരം തന്നെയാണ് ഇപ്പോൾ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ മത്സരം സമനിലയിൽ പിരിഞ്ഞിട്ടുണ്ട്. ആരാധകരൊക്കെ തന്നെയും വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് മത്സരം തുടക്കം മുതൽ ഒടുക്കം വരെ ഈ മത്സരത്തിനെ കണ്ടിരുന്നത്. ആദ്യഘട്ടത്തിൽ മലപ്പുറം എഫ് സി 36-ാം മിനിറ്റിലാണ് ആദ്യ ഗോൾ നേടുന്നത്. അത് ഗോൾ നേടിയ അതിനുശേഷം 86-ാം മിനിറ്റിലാണ് കൊമ്പൻസ് ഈ ഒരു മത്സരത്തിൽ ഗോൾ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മലപ്പുറം എഫ് സിക്ക് വേണ്ടി ഗോൾ നേടിയത് 36-ാം മിനിറ്റിലാണ്. ഈ 36-ാം മിനിറ്റിൽ അലക്സ് സാഞ്ചോസ് എന്ന് പറയുന്ന കളിക്കാരനാണ് മലപ്പുറം എഫ് സിയുടെ അലക്സ് സാഞ്ചോസ് ആണ് 36-ാം മിനിറ്റിൽ മലപ്പുറം എഫ് സിക്ക് വേണ്ടി ഗോൾ നേടിയത്. ട്രിവാൻഡ്രം കോമ്പൻസിന്റെ ഗോൾ നേടിയത് സുലേഖ. ഇന്ന് നടന്ന സൂപ്പർ ലീഗ് ഫുട്ബോൾ കേരള മത്സരത്തിൽ തിരുവനന്തപുരം കോമ്പൻസിനും മലപ്പുറം എഫ് സിക്കും സമനില. വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സുലേഖ ശശികുമാർ.